NSS എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയും. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണെന്ന് അറിയാമോ? മന്നത്തു പത്മനാഭനാണ്. മന്നത്തു പത്മനാഭൻ 1914 ഒക്ടോബർ 31 NSS രൂപീകരിച്ചത്. NSSന്റെ ആദ്യകാല പേരായിരുന്നു നായർ ഭൃത്യജന സംഘം. നായർ ഭൃത്യജന സംഘം. ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് മന്നത്തു പത്മനാഭൻ NSSന് രൂപം നൽകിയത് കേട്ടോ. അപ്പോൾ ചോദിക്കും NSS സ്ഥാപിതമായത് എന്തിൻ്റെ മാതൃകയിലാണെന്ന് ചോദിച്ചത്. എന്തിൻ്റെ മാതൃകയിലാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ NSSന്റെ ലക്ഷ്യം, പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താണ്? നായർ സമുദായത്തിൻ്റെ ഉന്നമനം ആണ്. എന്തിന് ലക്ഷ്യം? നായർ സമുദായത്തിൻ്റെ ഉന്നമനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് NSS. അതുപോലെ NSSന്റെ ആദ്യകാല പ്രസിഡന്റ് ആരായിരുന്നു? KK അളപ്പൻ. NSSന്റെ ആദ്യകാല പ്രസിഡന്റ് KK അളപ്പനാണ്. NSSന്റെ ആദ്യകാല ജനറൽ സെക്രട്ടറി ആരായിരുന്നു? മന്നത്തു പത്മനാഭനായിരുന്നു. മന്നത്തു പത്മനാഭൻ അദ്ദേഹം ഒരു വലിയ പ്രഭാഷകൻ കൂടിയായിരുന്നു. വലിയ പ്രഭാഷകനായിരുന്നു മന്നത്തു പത്മനാഭൻ. അതുപോലെ മന്നത്തു പത്മനാഭനെ കുറിച്ച് മന്നം ജയന്തി ജനുവരി 2 ജനുവരി 2 കേരള സർക്കാർ പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനുവരി 2 കേരള സർക്കാർ പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മന്നം ജയന്തിക്ക് ചങ്ങനാശ്ശേരിയിലൊക്കെ ഭയങ്കര ആഘോഷങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നേരത്തെയൊക്കെ ഒരുപാട് തവണ മന്നം ജയന്തിക്ക് ഞാൻ ചങ്ങനാശ്ശേരി പോയിട്ടുണ്ട്. ഒരുപാട് പരിപാടികൾക്കായിട്ട് ചങ്ങനാശ്ശേരി പോയിട്ടുണ്ട്. ഒരുപാട് പരിപാടികളൊക്കെ അവതരിപ്പിച്ച് ഒരുപാട് പ്രൈസുകൾ സർട്ടിഫിക്കറ്റൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം തന്നെ. അതുപോലെ തന്നെ NSSനെ കുറിച്ച് പറയുകയാണെങ്കിൽ NSSന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? NSSന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് G. സുകുമാരൻ നായരാണ്. NSSന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡോക്ടർ M. ശശികുമാറാണ്. NSSന്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? G. സുകുമാരൻ നായരാണ്. അതുപോലെ തന്നെ NSSന്റെ ആസ്ഥാനം എവിടെയാണ്? പെരുന്ന ചങ്ങനാശ്ശേരി. അതെവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. NSSന്റെ പ്രസിദ്ധീകരണം ഏതാണ്? സർവീസ് കേട്ടോ. NSSന്റെ എൻ്റെ അമ്മയൊക്കെ NSSന്റെ വനിതാ സമാജ മെമ്പറായിട്ട് വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ അമ്മ വർഷങ്ങളോളം NSSന്റെ വനിതാ സമാജം മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്.